കണ്ടില്ലേ, ഘോരയോട് കൊമ്പ് കോർക്കാൻ നോക്കിയാലുള്ള അവസ്ഥ കണ്ടില്ലേ? രക്ഷിക്ക്, ബലവാനും ശക്തി സ്വരൂപിണിയും കൂടെ ഈ ഘോരയിൽ നിന്ന് ഇവളെ മോചിപ്പിക്ക്. ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഘോരയുടെ മായാവലയം ഭേദിച്ച് ഇവക്ക് പുറത്തു പോകാൻ കഴിയില്ല. സത്യധർമ്മങ്ങളുടെ അലങ്കാരം എടുത്തണിഞ്ഞ അഹങ്കാര രൂപിണി, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. ഘോരയുടെ ഈ ശക്തി സ്രോതസ്സിൽ നിന്ന് നിന്റെ പ്രിയപ്പെട്ടവളെ കഴിയുമെങ്കിൽ മോചിപ്പിച്ച് കാണിക്ക്. എവിടെ ജടാധാരിയായ വീരബലവാൻ? എന്റെ കയ്യിൽ നിന്ന് എന്റെ ബലിജീവനെ തട്ടിയെടുത്ത മായാജാലക്കാരാ, ധൈര്യമുണ്ടെങ്കിൽ നീ ഇവളെ രക്ഷിക്ക്. നിന്റെ തൃക്കണ്ണ് തുറന്നാലും ഈ ഘോരയുടെ രോമകൂപത്തെ പോലും നശിപ്പിക്കാനാവില്ല. ധൈര്യമുണ്ടെങ്കിൽ ഈ ഘോരയെ തോൽപ്പിച്ച് നിന്റെ പ്രിയപ്പെട്ടവളെ മോചിപ്പിക്ക്. ആവില്ലല്ലേ? എനിക്കറിയാം നിങ്ങൾ നിസ്സഹായരാണെന്ന്. ചന്ദനഗന്ധത്തിന്റെ ശുദ്ധിയിൽ നിന്ന് പച്ചമാംസവും രക്തവും മണക്കുന്ന ഈ അശുദ്ധിയിലേക്ക് കാലെടുത്തു വയ്ക്കാൻ നിങ്ങൾക്കാവില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. ഇനി ഇവൾ എനിക്ക് സ്വന്തം. വയ്ക്കോ, ദൂരെ മാറിപ്പോയ്ക്കോ. ഈ ഉഗ്രസേന അഘോരയുടെ അശുദ്ധ ഭൂമിയിലേക്ക് കാലെടുത്തു വയ്ക്കാതെ. വെറും കാഴ്ചക്കാരായി, നിസ്സഹായരായി അവിടെ നിന്ന് അത് കണ്ടോ? ഘോര വലിയ ആവേശത്തിലാണല്ലോ. മിക്കവാറും ആ പെങ്കൊച്ചിനെ കിട്ടിക്കാണും. വാ, നമുക്ക് നോക്കാം. ആ നിങ്ങളെത്തിയോ? എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അടുത്തേക്ക് വരൂ. ഘോര, ഇതെന്താ ഇവളിവിടെ? ഇവൾ ഇവിടെ എന്താണെന്നോ? അതാണ് ഈ ഉഗ്രസേന അഘോരയുടെ ബുദ്ധി. പഞ്ചലോക രുദ്രാക്ഷധാരിയായ ഒരു മായാജാലക്കാരനില്ലേ, അവൻ എന്റെ കയ്യിൽ നിന്ന് എന്റെ ബലിമൃഗത്തെ തട്ടിയെടുത്തു. അതിനു പകരം അവന്റെ രക്ഷാവലയത്തിൽ നിന്ന് അവന് പ്രിയപ്പെട്ട ഒരുത്തിയെ ഞാനും തട്ടിയെടുത്തു. അങ്ങനെ വേണ്ടേ? അതല്ല ഘോര, ബലിക്ക് ബാലിക തന്നെ വേണമെന്നല്ലേ ഘോര എന്ന് പറഞ്ഞത്? അപ്പൊ പിന്നെ ഇവളെങ്ങനെ? ഇവളും ബലിക്ക് അനുയോജ്യം തന്നെ. പക്ഷേ എനിക്ക് വേണ്ടത് ആ ബാലികയെ തന്നെ. എന്റെ മൂർത്തികൾ എന്നിൽ പ്രസാദിക്കാൻ ഇവളെ വച്ച് ഞാൻ ആ മായാജാലക്കാരനോടും അഹങ്കാരിയോടും വിലപേശു.
എന്റെ ബലി ഉരുവിനെ എനിക്ക് വിട്ടു തന്നില്ലെങ്കിൽ ബാലികയ്ക്ക് പകരം ഇവളെ ബലി നൽകി എന്റെ ഉപാസനാമൂർത്തികളെ ഞാൻ തൃപ്തിപ്പെടുത്തും. ഘോര, ഘോര, ഹോമകുണ്ടം അണഞ്ഞു. അടുത്തു വരാൻ പറ്റാത്തത് കൊണ്ട് ദൂരെ നിന്ന് ഘോരയെ ഭയപ്പെടുത്തുകയാണല്ലേ? എന്റെ ഹോമകുണ്ടം ഊതി അണയ്ക്കാൻ മാത്രമേ നിനക്ക് കഴിയൂ. പക്ഷേ ഊതിയാൽ ആളിക്കത്തുന്നതാണ് ഘോരയുടെ യജ്ഞകുണ്ടം. പൊക്കോ, ദൂരെ പൊയ്ക്കോ. ഈ ഘോരയുടെ കർമ്മപദം വിട്ട് ദൂരെ 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 കാഴ്ചക്കാരായി മാത്രം നിന്നാ മതി. എതിർക്കാൻ ശ്രമിച്ചാൽ ഇവളുടെ രക്തം ഹോമകുണ്ടത്തിൽ വീഴും. മാറിപ്പോ, ദൂരെ പോ. നിങ്ങളവളെ എത്രയും പെട്ടെന്ന് മൂകാംബികയുടെ മണ്ണിൽ നിന്ന് കടത്തണം. ഇവളെ കൊണ്ടുപോയാൽ വല്ല ആപത്തോ വിഘ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ? ഒന്നും സംഭവിക്കില്ല. ഇവളെ ഇവിടെ നിർത്തിയാലാണ് വിഘ്നങ്ങൾ ഉണ്ടാകുന്നത്. ക്ഷേത്രോത്സവം നടക്കുന്ന സമയമായതിനാൽ ഇവിടെ കുടികൊള്ളുന്ന ദൈവിക ശക്തി ഒരിക്കലും ഈ ക്ഷേത്രം വിട്ട് താണ്ടിപ്പോവില്ല. ആ തക്കം നോക്കി നിങ്ങൾ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകണം.